ലീഡ് ജനറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഒരു ലീഡ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഏതൊരു കമ്പനി, ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് ലെവലിൽ ഗ്ലോബൽ റീച്ച് ഉള്ളതായിക്കോട്ടെ, ലോക്കൽ റീച്ച് ഉള്ളതായിക്കോട്ടെ, അവരുടെ മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ്, ഇതല്ലേ പ്രധാനമായിട്ടുള്ള 3 ഭാഗങ്ങൾ. മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ്. മാർക്കറ്റിംഗ്, സെയിൽസും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന കുറെ ആളുകളില്ലേ മാർക്കറ്റിലെ. ഇതിൽ പ്രധാനമായിട്ടും ലീഡ്സ് ഏത് ഭാഗത്താണ് കിടക്കുക എന്നുള്ളത് പലപ്പോഴും അറിയില്ല. ലീഡ്സ് വേണമെന്ന് അറിയാം, പക്ഷെ അത് ലീഡ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മാർക്കറ്റിംഗിലെ ശരിക്ക് അതിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ലീഡ്സ്, അല്ലെ? മാർക്കറ്റ് ചെയ്ത് വരുന്ന റിസൾട്ടാണ് ശരിക്കും ലീഡ്സ്. ആ ലീഡ്സ് ആണ് സെയിൽസ് ടീമിന്റെ ഇൻപുട്ട്. അവിടുന്ന് കൺവേർഷൻ വരെയുള്ള പ്രോസസ്സാണ് ശരിക്കും സെയിൽസ് പ്രോസസ്. പലപ്പോഴും ഈ ഒരു ജോഗ്രഫി മനസ്സിലാക്കിയതിന് പലപ്പോഴും ലീഡ്സിനെ പല ആളുകളും നോക്കി കാണുന്നതാണ് ഇതിന്റെ വലിയൊരു ഐഡന്റിഫൈ. അതായത് മാർക്കറ്റിംഗ്, സെയിൽസും ഒന്നിച്ചായിട്ട് രണ്ടും കൂടെയാണ് മാർക്കറ്റിംഗ് എന്ന് വിചാരിക്കുന്ന ആളുകൾ. അതെ അതെ, അങ്ങനെ ചിന്തിക്കുന്നത്. ശരിക്കും മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് വേറെയും സെയിൽസിന്റെ ഒബ്ജക്റ്റീവ് വേറെ തന്നെയാണ്. മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് ആയിരിക്കും ലീഡ്സ്, സെയിൽസിന്റെ ഒബ്ജക്റ്റീവ് ആയിരിക്കും കൺവേർഷൻസ്, അല്ലെ? ഇതിന്റെ എക്സിക്യൂഷൻ ആണ് ഓപ്പറേഷൻസ്. ഇത് ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാത്ത ബിസിനസ് ഓണേഴ്സ് വളരെ കൂടുതലാണ്. പലപ്പോഴും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ എഫേർട്ടുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എത്ര പോസ്റ്റർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. ലീഡ്സിൽ ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ലീഡ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാതിരിക്കുക. അപ്പൊ അതിന്റെയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ജോഗ്രഫി ഉണ്ടല്ലോ. ഈ ഓരോ ആക്ടിവിറ്റീസും, ബിസിനസ്സിൽ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ്, അതിന്റെ ഗോൾസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടോ ആണ് പലപ്പോഴും ക്ലയൻസിന് ഈ ഒരു സംഗതി മനസ്സിലാകുന്ന എനിക്ക് തോന്നുന്നത്. അതായത് ക്രിയേറ്റീവ്സിന്റെ എണ്ണത്തെയാണ് അവർ കൂടുതൽ ക്വാണ്ടിഫൈ ചെയ്യുന്നത്. അതായത് ക്വാളിഫൈ ഐ മീൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് റിസൾട്ടിലേക്ക് ആവുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ശരി, ഇത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തിനാ? എൻക്വയറി വരാന്നുള്ളതാണ്. അതെ, അവർക്ക് ഓരോ ബിസിനസ്സിനനുസരിച്ചുള്ള എൻക്വയറി. ചിലർക്ക് നേരെ ഡയറക്റ്റ് ഓർഡർ ആയിരിക്കാം. ഒരു ഇ-കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഓർഡർ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ഫോർ എക്സാമ്പിൾ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലേക്കുള്ള എൻക്വയറി ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ബിസിനസ്, നോർമൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അധികം അതിന്റെ എൻക്വയറി തന്നെ ആയിരിക്കും, അല്ലെ? പിന്നെ ആ എൻക്വയറിനെ ഉള്ള നീഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ വിളിച്ചു, ഇപ്പോൾ നമ്മളൊരു കാറിന്റെ മീൻസ് ഇപ്പോൾ യൂസ്ഡ് കാർസ് കൂടുതലുണ്ട്. അപ്പോൾ യൂസ്ഡ് കാർസിന്റെ ഒരു കാർ ഉണ്ട് എന്ന് പറഞ്ഞ പോസ്റ്റർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് അത് താല്പര്യം കണ്ട് മെസ്സേജ് അയക്കുന്ന ആയിരിക്കും ലീഡ്, ബേസിക് ലീഡ്, അല്ലെ? അതെ. അത് എങ്ങനെ മെസ്സേജ് അയപ്പിക്കാം, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് എങ്ങനെ മെസ്സേജ് അയപ്പിക്കാം എന്നുള്ളൊരു കാര്യമാണ് ശരിക്കും ലീഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ലീഡ് ജനറേഷനുമായി ബന്ധപ്പെട്ടിട്ട്. ജനറേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മൊത്തം അങ്ങനെയാണ്. സൈക്കോളജിക്കലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോ ഒരു 10 യൂസ്ഡ് കാർസ് ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ 10 ആൾക്കാരുടെ ഓഡിയൻസും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളെ യൂസ്ഡ് കാർ ബ്രാൻഡിന്റെ ഓഡിയൻസ് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഫസ്റ്റ് പ്രോസസ് ആണ്. ഓഡിയൻസ് എന്നുള്ള കാറ്റഗറി, ടാർഗറ്റ് ഓഡിയൻസിനെ മാപ്പ് ചെയ്ത് വെക്കുക. അതെ, കറക്റ്റ് അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഏത് റേഞ്ചിൽ, ഇപ്പോ ഏറ്റവും ബേസിക് ആയിട്ട് യൂസ്ഡ് കാർസിന്റെ കേസിലേക്കാണെങ്കിൽ ലക്ഷറി കാർസ് നോക്കുന്നവരുണ്ടാവും, പ്രൈസിംഗില് എക്കണോമിക് ആയിട്ടുള്ള കാർ നോക്കുന്നവരുണ്ടാവും, സ്പേസ് നോക്കുന്നവരുണ്ടാവും. അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ നമ്മളെ ഒരു ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവരെ എങ്ങനെ എൻക്വയറി ചെയ്യിപ്പിക്കാം, ലീഡ് എൻക്വയറി ജനറേറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളതിലാണ് ലീഡ് ജനറേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ അവിടെ കുറെ സൈക്കോളജിക്കൽ കാര്യങ്ങളുണ്ട്. സൈക്കോളജിക്കലി അവരെ കൊണ്ട് എങ്ങനെ ആക്ഷൻ എടുപ്പിക്കാം എന്നുള്ള കാര്യം. അപ്പോ ഇവിടെയാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു ഏരിയ വരുന്നത്, അല്ലെ? ഇങ്ങനെ ഉള്ള ഓഡിയൻസിന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന ക്രിയേറ്റീവ്സിലൂടെ അവരെ കൺവേർട്ട് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രോസസ് ആയിരിക്കും പെർഫോമൻസ് മാർക്കറ്റിംഗ്. അതെ, തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ള. പെർഫോമൻസ് ശരിക്കും എന്താണ്, അതൊരു ഫിക്സഡ് അല്ല. അത് എങ്ങനെ നമുക്ക് മെട്രിക്കുലൈസ് ചെയ്യാൻ പറ്റും? ഐ മീൻ അല്ലെങ്കിൽ കീ KPIs കൊടുക്കാൻ പറ്റും, കീ പെർഫോമൻസ് ഇൻഡെക്സസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ജെന്യൂനിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇപ്പൊ നമുക്ക് വരുന്ന ലീഡ്സ്, ഒരു 10 ലീഡ്സ് ഉണ്ടെങ്കിൽ എല്ലാ ലീഡ്സും നമ്മള് കസ്റ്റമേഴ്സ് ആയിരിക്കൂല, സ്വാഭാവികമാണ്. ചില ആൾക്കാർ വെറുതെ കൗതുകത്തില് അയക്കുന്ന ആൾക്കാരുണ്ടാവും. അത് എന്തിനാന്നൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് അടിച്ചു നോക്കാന്നുള്ള അത് വിഭാഗം എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത്തരം ആളുകൾ വരും എന്നുള്ളത് ആദ്യം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം.
വെറുതെ അപ്പൊ പലപ്പോഴും ലീഡ്സ് എന്തുണ്ടാവുക ജസ്റ്റ് അയച്ചതാണെന്ന് ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം നമ്മൾ ഇങ്ങനെ ബ്രാൻഡ് ആണ് എന്നുള്ള ലെവലിൽ അറ്റ്ലീസ്റ്റ് അത് യൂസ് ചെയ്യണം. പക്ഷെ അവരെ വെറുതെ നെഗ്ലക്ട് ചെയ്യാനും പാടില്ല. അവർക്കൊരു പ്രൈമറി ഇൻഫർമേഷൻ കൊടുക്കാനുള്ള, പക്ഷെ അതിനു വേണ്ടി കൂടുതൽ സമയം ചെലവാക്കാതെ ഒരു പ്രൈമറി ഇൻഫർമേഷൻ നമ്മൾ ആൾറെഡി പ്രീബിൽഡ് ചെയ്യണം. പ്രീബിൽഡ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് ഇൻഫർമേഷൻ അവർ വാട്സാപ്പിൽ ഒരു മെസ്സേജ്, ഒരു ക്വിക്ക് റിപ്ലൈസ് ആവാം, അല്ലെങ്കിൽ ആൾറെഡി സേവ്ഡ് റിപ്ലൈസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജും അല്ലെങ്കിൽ ബ്രോഷർ ആവാം, ഒരു സാധനം കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പൊ അതില് ഈ കീ ആയിട്ടുള്ള പെർഫോമൻസ് ഇൻഡെക്സുകൾ പലതുണ്ട്. ജെന്യൂനിറ്റി ഉണ്ട്, പിന്നെ ക്വാളിറ്റി ആണ് മെയിൻലി. നമ്മളിപ്പോ ടാർഗറ്റ് ചെയ്യുന്ന എന്നുള്ള ഒരു ആളാണെന്ന് വിചാരിക്കാം. അപ്പൊ വന്നത് എത്രമാത്രം ഏനോട് സാദൃശ്യമുള്ള ആളാണെന്നുള്ള എക്സാമ്പിൾ വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ യൂസർ കാൾസിന്റെ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ, ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ, അതിലിപ്പോ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എങ്ങനെയാ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം? അതിന്റെ അകത്ത് തന്നെ ഡിഫറെന്റ് ക്യാമ്പയിൻസും ഡിഫറെന്റ് ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഒരു ഇപ്പൊ അതിൽ തന്നെ ബേസിക് ആയിട്ട് ഉണ്ടാവുക വിൽക്കലും വാങ്ങലും നടക്കുന്ന സംവിധാനമാണ് ഉണ്ടാവുക. അപ്പൊ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നാണ് ഇവർക്ക് എന്ത് ചെയ്യേണ്ടത്, സെല് ചെയ്യേണ്ടത്. അല്ലെ, ആളുകൾക്ക് യൂസർ കാർ പർച്ചേസ് ചെയ്യണം എന്നുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇവർക്ക് സെല് ചെയ്യണം. അതേപോലെ തന്നെ സെല് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യണം. അപ്പൊ രണ്ടിന്റെയും ഓഡിയൻസ് ഡിഫറെന്റ് ആണ്. എന്നാൽ കോമൺ ആയിട്ട് വരുന്നുണ്ടാവും. പക്ഷെ പെർട്ടിക്കുലർ ക്യാമ്പയിനിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ ഒരു തരത്തിലാണ്. എന്നിട്ട് ഇങ്ങനെ വരുന്ന ലീഡ്സുകൾ നമ്മൾ എത്ര മാത്രം ജെന്യൂനിറ്റി ആണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് വരുന്നുണ്ട് എന്നുള്ളൊരു അളവ് നമുക്ക് കിട്ടുമല്ലോ. അതിനെ ഇമ്പ്രൂവ് ആക്കാനാണ് നമുക്ക് ശ്രമിക്കുക. അപ്പൊ അനലിറ്റിക്സ് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ടാർഗറ്റുകൾ മാറ്റിയിട്ടും ക്രിയേറ്റീവ്സ് മാറ്റിയിട്ടും കോപ്പീസ് മാറ്റിയിട്ടും അതിന്റെ വിഷ്വൽ മാറ്റിയിട്ടും ഡിഫറെന്റ് അറ്റംപ്റ്റുകൾ, ഇപ്പോൾ സോഷ്യൽ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ ചേഞ്ചസ് വരുത്തിയിട്ട് അല്ലെങ്കിൽ തമ്മിൽ ടെസ്റ്റ്, A/B ടെസ്റ്റ് ഒക്കെ അതെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒപ്റ്റിമം പെർഫോമൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് വിളിക്കുന്നത്. പെർഫോമൻസിൽ ഫോക്കസ്ഡ് ആണ്. പെർഫോമൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. ആൻഡ് ആക്ച്വലി പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരിക്കലും ഒരു സെറ്റ് ഓഫ് ഒരു കൂട്ട് അല്ല. ഇത് നമ്മൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ചായക്കൂട്ടാണ്. അല്ലെ, അത് ഒരിക്കലും ഇന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു യൂസ്ഡ് കാറിന്റെ മാർക്കറ്റ് പറഞ്ഞ പോലെ ആ ഒരു ഇൻഡസ്ട്രീനൊക്കെ ഇതാണ് വർക്ക്ഔട്ട് ആവുന്നത് എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് തിങ് ഇല്ല. അതില് നമ്മൾ ഒരു എ എന്നുള്ളൊരു സെറ്റ് ഓഫ് ക്രിയേറ്റീവ്സ് അതിലേക്ക് ഉണ്ടാക്കുന്നു. അല്ലെ, ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ എൻട്രി എടുക്കുകയാണെങ്കിൽ പല എൻട്രി പോയിന്റ്സുകളുണ്ട്. പല കൺവെൻഷണൽ മാർക്കറ്റിംഗ് ചെയ്യാം. നമുക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മേജർ ഷെയർ വരുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിൽ വരുന്ന ക്രിയേറ്റീവ്സ് ആണ് അതിന്റെ പ്രയോറിറ്റി. അപ്പൊ ആ ക്രിയേറ്റീവ്സ് ഒരു ടോണിൽ ചെയ്തു നോക്കുക. അത് നമ്മളെ ഓഡിയൻസിന് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അതെങ്ങനെ നോക്കാം? ഇംപ്രഷൻസ്, അതിൽ എൻഗേജ്മെന്റ്സ്, അതിന് വരുന്ന എൻക്വയറീസ്, ആ എൻക്വയറീസിന്റെ ക്വാളിറ്റി, ഇത്രയും എലമെന്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. അപ്പൊ അത് നമുക്ക് എത്ര സമയം അതിന് കൊടുക്കാം? ഫോർ എക്സാമ്പിൾ ഒരു 1 month അതിന് മാറ്റി വെക്കണം. ഈ ക്വാളിറ്റി നമുക്കൊരു 3 മാസം കൊണ്ടൊക്കെ നമുക്കൊരു ഏകദേശം ഒപ്റ്റിമം ക്വാളിറ്റിയിലേക്ക് ഏറ്റവും മിനിമം മാറ്റിയെടുക്കാൻ നമുക്ക് സമയം നമുക്ക് കാണേണ്ടി വരും. ചിലപ്പോൾ 1 മാസം കൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ചതിനെക്കാട്ടി റിസൾട്ട് വന്നേക്കാം. കിട്ടും. ഇതിന്റെ ഒരു കേസ് മനസ്സിലാക്കട്ടെ. ഇപ്പൊ ഈ ക്വാളിറ്റി അളക്കുക എന്ന് പറഞ്ഞല്ലോ, അത് സെയിൽസ് ടീം ഡിപ്പാർട്ട്മെന്റിലാണ് കിടക്കുന്നത്. മാർക്കറ്റിംഗിലല്ല. മാർക്കറ്റിംഗിൽ ലീഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ലീഡ്സ് സെയിൽസ് ടീം അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യണം. അവിടെ ലീഡ് മാനേജ്മെന്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ ലീഡ് ജനറേഷന്റെ ഒരു ഔട്ട്കം കിട്ടണമെങ്കിൽ തന്നെ ഈ ലീഡ് മാനേജ്മെന്റ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ടാവണം. ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഫ്ലോ ആയിരിക്കണം, ഒരു സ്മൂത്തിലായിരിക്കണം. അപ്പൊ അവിടുന്ന് വരുന്ന ലീഡ്സ് ഓൺ ദ സ്പോട്ട് മാനേജ് ചെയ്യണം. മാനേജ് ചെയ്യുന്നിടത്ത് നമ്മൾ കുറെ കാര്യം ഡിസ്കസ് ചെയ്യണ്ടേ, നമുക്ക് അവിടേക്ക് വരാം അല്ലെ. അത് കറക്റ്റ് മാനേജ് ചെയ്ത് അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് ബേസ് ചെയ്തിട്ട് മാർക്കറ്റിംഗിൽ മാറ്റങ്ങൾ വരുത്തുന്നു, വീണ്ടും ലീഡ്സ് ബെറ്റർ ആക്കുന്നു, അത് കൂടുതൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് ഏതൊരു ടീമിന് കുറച്ച് മുന്നേ ഒരു ആഡ് കൊടുത്ത സമയത്ത്, ഒരു എൻക്വയറി ആഡ്, ലെറ്റ് ഇറ്റ് ബി ഏതൊരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു, വെൽനസ് കെയർ ഓർ സംതിങ്. പക്ഷെ അത് ഇനീഷ്യലി റീച്ച് ഔട്ട് ആയി പോയത് നോർത്തിലെ ഏതോ ഒരു ടീമിനാണ്. എന്നിട്ട് അവർ മെസ്സേജ് അയച്ചു തുടങ്ങി. അപ്പൊ ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി ടാർഗറ്റഡ് ദം. അപ്പൊ അങ്ങനത്തെ കൂടുതൽ ആൾക്കാർ വീണ്ടും പോയി അത് നമുക്ക് ബോംബാർഡഡ് ആയി. അത് ഇടയ്ക്ക് വരാറുണ്ട്. എങ്ങനെ വെച്ചാൽ റാൻഡ് ആയിട്ട് ഏതെങ്കിലും നമ്മളെ ഓഡിയൻസ് അല്ലാത്ത 1-2 ആളുകളൊക്കെ അറിയാണ്ട് അതിൽ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്ക് മനസ്സിലാക്കും ആ തരത്തിലുള്ള ആൾക്കാരാണ് ടാർഗറ്റഡ് ഓഡിയൻസ്. അവർക്ക് ക്വാളിറ്റി അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മള് അങ്ങനത്തെ കേസിലൊക്കെ ആ ക്യാമ്പയിൻ സ്റ്റോപ്പ് ചെയ്ത് പുതിയ ക്യാമ്പയിൻ ഉണ്ടാക്കാൻ അതിൽ പിന്നെ A/B ടെസ്റ്റിംഗ് നടത്തിയിട്ട് കാര്യമില്ല. ഇല്ല. അത് എൻറ്റയർലി സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു ക്യാമ്പയിൻ
റൺ ചെയ്യുന്നതിന് വേണ്ടി വരും. അതെ, അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഈ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞല്ലോ, അതിപ്പോ ഈ എൻക്വയറി എന്നുള്ള കേസിലാണ് എന്താണ് ഒരു ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ ഉണ്ടാവുക. ഇ കൊമേഴ്സിൽ ശരിക്കും എന്താണ്, അത് വെബ്സൈറ്റ് ആണ്, നമ്മുടെ വെബ്സൈറ്റ് ആണ്. അപ്പൊ ശരിക്ക് നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് വരിക എന്നുള്ളത് ഒരു കോമ്പിനേഷൻ ആണ്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആഡ് സെറ്റുകളിൽ നിന്നും ലീഡ്സ് വരുന്നു. ആ കോമ്പിനേഷൻ നമ്മൾ അവിടെ ഫിൽറ്റർ ചെയ്ത് പെർഫോമൻസ് വ്യക്തമാക്കും, അല്ലെങ്കിൽ ക്ലിയർ ആക്കും, അടിപൊളിയാക്കും, ഒപ്റ്റിമൈസ് ചെയ്ത്. അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന ലീഡ്സ് സെയിൽസ് പ്രോസസ്സിൽ എന്തൊക്കെ അവിടെ ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ്സ് നടത്തേണ്ടി വരും, ഏത് രൂപത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അത് ഇ കൊമേഴ്സിലാവുമ്പോൾ എന്താണ്, ലീഡ് പേജാണ്, ലീഡ് മാനേജ്മെന്റ് പേജാണ്, അല്ലെങ്കിൽ ലാൻഡിംഗ് പേജ്, ഫണൽ പേജസ് ആണ്. അവിടെ നമുക്ക് ഓരോ സാധനങ്ങൾ, ഓരോ പേജസ് ആഡ് ചെയ്ത് പല സാധനങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ട് മാറ്റം വരുന്നതായിട്ട്, ടെസ്റ്റിമോണിയൽ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടിൽ മാറ്റം വരും, എക്സ്പ്ലനേഷൻ വീഡിയോസ് വരുന്ന സമയത്ത് റിസൾട്ടിൽ മാറ്റം വരും. ഇ കൊമേഴ്സ് എന്നുള്ളത് നമുക്ക് ഒരു സെഗ്മെന്റ് തന്നെ പിടിക്കാം അല്ലെ. ഇ കൊമേഴ്സ് ലീഡ് ജനറേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളത് വേറെ കാര്യമുണ്ട്. അത് എങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസും കൂടെ, സെയിൽസ് പ്രോസസ്സും കൂടെ ഓട്ടോമേറ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ ഇംപ്രൂവ്മെന്റിന്റെ ആവശ്യം വളരെ കുറവാണ്. ഇല്ല പറയാം. നമ്മൾ ശരിക്കും 24 hour സെയിൽസ്മാൻ അവിടെ ഉണ്ടാക്കിയ പോലെയാണ് ശരിക്കും ഒരു സെയിൽസ് ഫണൽ ലാൻഡിംഗ് പേജ് ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ കൺവേർട്ടിംഗ് ആയിട്ടുള്ള പേജ് വേണ്ടതും. തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഒന്നുകൂടി ഈസിയർ ആണ്. ഇപ്പൊ നേരത്തെ ഒരു ടീം ഓഫ് ആൾക്കാർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ട് എൻക്വയറീസ് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കണം എന്നുള്ളത് നമുക്ക് റിയൽ ടൈം ആയിട്ട് വാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇ കൊമേഴ്സിലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് റിയൽ ടൈം ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. എവിടെയാണ് ആളുകൾ നിൽക്കുന്നത്, ഏത് സെക്ഷനിലാണ് സ്റ്റക്ക് ആയി പോകുന്നത്. അപ്പൊ അവിടെ ഇമ്പ്രൂവ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അടുത്ത ലീഡ്സ് ഒന്നും കൂടെ സെയിൽ വരെ എത്താം, കൺവേർഷൻ വരെ എത്താം. അങ്ങനെ ഒരു ഗുണം നമുക്ക് ഇ കൊമേഴ്സിലുണ്ട്. പിന്നെ ഇതിലിപ്പോ ലീഡ് ടൈം എന്ന് പറയാൻ പറ്റൂലേ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു എൻക്വയറി വന്നു, മേ ബി ക്വാളിറ്റി എൻക്വയറി ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ക്വാളിറ്റി ചെക്ക് നടത്തി, ദാറ്റ് മീൻസ് ഇത് ജെന്യൂൻ ആണെന്നുള്ളത് നമുക്ക് ഫസ്റ്റിൽ കുറച്ച് കോൺവെർസേഷൻസ് മനസ്സിലാവും. ഇതിനുശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റി, മീൻസ് അവർ ഫോളോ അപ്പ് ചെയ്യുന്നു, അവരതിലേക്ക് പറഞ്ഞു, അതിനനുസരിച്ച് ഫോളോ അപ്പ് കൊടുക്കുന്നു. ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ബിസിനസ്സിനനുസരിച്ച് ഈ ലീഡ് ടൈം ഭയങ്കര ഡിഫറൻസ് വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇ കൊമേഴ്സ് ആണെങ്കിൽ വളരെ കുറവാണ്. നേരെ വരുന്നു, കൺവേർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഷോപ്പിനോ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ബൈനോ ക്ലിക്ക് ചെയ്യും, നേരെ അല്ലെങ്കിൽ വിസിറ്റ് വെബ്സൈറ്റ്, നേരെ വെബ്സൈറ്റിലേക്ക് എത്തും, അവിടെ ആ പ്രൊഡക്റ്റ് കാണുന്നു, അതിന്റെ ലാൻഡിംഗ് പേജ് കാണുന്നു, അതിൽ നിന്ന് അവർ കൺവേർട്ടഡ് ആവുന്നു, അതിന്റെ ടെസ്റ്റിമോണിയൽസ് ആയിക്കോട്ടെ, അതിന്റെ മറ്റു പിക്ചേഴ്സ് വീഡിയോസ് ഒക്കെ ആയിക്കോട്ടെ, അത് ബേസ് ചെയ്തിട്ട് നേരെ ആഡ് കാർട്ട് അല്ലെങ്കിൽ ബൈനോ ക്ലിക്ക് ചെയ്യുന്നു, നേരെ ബൈ ചെയ്യുന്നു. അത് മാറ്റം വളരെ സിമ്പിൾ ആണ്. പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ യൂസ്ഡ് കാർ ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ സിനാരിയോ എടുക്കാം, അതിലൊരാൾ എൻക്വയറി ചെയ്തു, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡലല്ല അവരുടെ അടുത്തുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കളറല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിങ് റേഞ്ച്, നമ്മുടെ ബഡ്ജറ്റ് റേഞ്ച് അല്ല അതിനുള്ളത് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും നീളാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റീൽസ് ഡോൾസ് ആൻഡ് വിൻഡോസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എനിക്ക് ആഡ് വന്നിട്ടുണ്ടാവുക. അതായത് ചിലപ്പോൾ എൻ്റെ വീടിന്റെ തറ ലെവലായിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വീട് പ്ലാൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. ശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് വന്ന് ബേസിക് ഫ്രെയിമൊക്കെ ആയി സ്ട്രക്ചർ ആയതിനു ശേഷം ആയിരിക്കും ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ജനലിന്റെ വാതിലിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ, ലീഡ് ക്ലോസിംഗ് ടൈം എന്ന് പറയുമ്പോൾ വളരെയധികം ഡിഫറൻസ് അവിടെ ഉണ്ട്. അതിൽ എന്താ വെച്ചാൽ ആ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിലൊരു സംഗതി ഉണ്ട്. ഇപ്പൊ ഇപ്പൊ ഇ കൊമേഴ്സിലൊക്കെ അധികം ചെറിയ പ്രൊഡക്റ്റുകളായിരിക്കും, പ്രത്യേകിച്ചും ഡിസിഷൻ ചെയ്യാൻ കുറെ ആലോചിക്കൊന്നുമില്ല. എന്നാൽ ഇപ്പൊ പറഞ്ഞ സ്റ്റീൽ ഡോർസ്, സ്റ്റീൽ വിൻഡോസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ ഒരു പർപ്പസ് തന്നെ വല്ലപ്പോഴും നടക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ലൈഫ് ടൈമിൽ ഒരു വട്ടൊക്കെ വീട് പണി ഉണ്ടാവുള്ളൂ പല ആൾക്കാരും കയ്യിൽ. അപ്പൊ ആ സമയത്ത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആണ്. അപ്പൊ നല്ല സമയം എടുക്കും അത് ഡിസൈഡ് ചെയ്യാൻ. പെട്ടെന്ന് ആഡ് കണ്ട് ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അവിടെയാണ് അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എത്രമാത്രം ബ്രാൻഡ് അവയർനെസ് ആഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജസ്റ്റ് ബ്രാൻഡ് അവയർനെസ്സിന് ചിലപ്പോൾ ഒരു വീഡിയോ ഇനഫ് ആയിരിക്കും. ഒരു UGC വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ ആളുകളെ കണ്ടിട്ട് ചിലപ്പോൾ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, വേറെ ആളുകൾ ഇത് വാങ്ങി യൂസ് ചെയ്യുന്ന പോലത്തെ കണ്ടന്റ്, അത് ചിലപ്പോൾ ആക്ടർ ജനറേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള യൂസർ ജനറേറ്റർ ആയിരിക്കാം. അത്തരം വീഡിയോസ് കണ്ടാൽ തന്നെ എന്താ ഈ ബ്രാൻഡ് അവയർനെസ് ഉണ്ട്. പക്ഷെ നേരത്തെ ഈ പറഞ്ഞ പോലത്തെ സ്റ്റീൽ ഡോർ, സ്റ്റീൽ വിൻഡോസിലൊന്നും ഒരിക്കലും അങ്ങനെയല്ല. ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ടാവും, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, പിയർ കമ്മ്യൂണിക്കേഷൻ നടക്കും. എന്റെ അതേപോലെ ആ സമയത്ത് വീട് പണിയുന്ന ആളുകളുമായിട്ടോ കുടുംബക്കാരുമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടൊക്കെ ശേഷം ആയിരിക്കാം. അതെ, ഒരു കസ്റ്റമർ ജേർണി എന്ന് പറഞ്ഞാൽ വലുതാണ്, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നുള്ള ജേർണീസ്. പക്ഷെ അവിടെ കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈഫ് ടൈം ഒരു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുള്ളൂ, ഒരാളെ കൊണ്ട് കിട്ടാവുന്ന ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് എന്ന് LTGP അത് വളരെ കൂടുതലാണ് ആ കേസിൽ.
അതെ അതെ അല്ലേ? അതെ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതേപോലത്തെ വേറെ ആൾക്ക് റെഫർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൂടുതലാണ്. കാരണം അങ്ങനത്തെ ഒരു ഡിസിഷൻ ആണ്. പിന്നെ അവരുടെ മറ്റു പ്രൊഡക്റ്റുകൾക്കൊക്കെ സ്റ്റീലുമായി ബന്ധപ്പെട്ട മറ്റു പ്രൊഡക്റ്റുകൾ അങ്ങനെയൊക്കെ വരും. അപ്പൊ ഇതിലിപ്പോ പറഞ്ഞു വന്നത് നമ്മൾ ലീഡ് ജനറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലീഡ് മാനേജ്മെന്റിൽ എത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പൊ ടൈമൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളത്. അവിടെ എന്താണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലീഡ് വേണം അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം, കുറെ എൻക്വയറി വരണം, ഇത്ര ആളുകൾക്ക് അറിയുള്ളൂ. ഇതിന് നല്ല രീതിയിൽ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും ഈ ഒരു സംഭവം. അങ്ങനെ പെട്ടെന്ന് ഫ്ലോപ്പ് ആവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇംപ്രഷൻസ് വരെ വരും. അതിലേക്ക് എത്താം. ലീഡ്സ് ആഡ്സ് റൺ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു മാർക്കറ്റിംഗ് സോഴ്സ് നമ്മൾ കണ്ടെത്തി അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് ലീഡ്സ് വരുന്നുണ്ട്. ഈ ലീഡ്സിനെ എക്സാക്ട് ടൈമിൽ മോണിറ്റർ ചെയ്യണം, റിപ്ലൈ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരാൾ വാട്സപ്പിലേക്ക് നമ്മൾ ഹായ് എന്ന് അയക്കുമ്പോൾ തന്നെ തിരിച്ച് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റണം. 2, അറ്റ്ലീസ്റ്റ് ഒരു 24 hours ഉള്ളിലെങ്കിലും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബ്രാൻഡിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഇനി ഇത് 1, 2 ആവുമ്പോൾ നമുക്ക് നോർമലി ഒരു ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അതിന് സ്റ്റാഫ് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതുവരെ ചെയ്യുന്ന സമയത്ത് തന്നെ 5 or 10 ഒക്കെ ആണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം മാനേജ് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലീഡ് ടൈം. ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ചില ആളുകൾ പറയും എനിക്ക് ഇത് ഇത്രയും സൈസുള്ള വിൻഡോസും ഡോർസ് ആണ് വേണ്ടത്, അതിന്റെ കൊട്ടേഷൻ തരുമോ, ആവറേജ് എത്ര എമൗണ്ട് ആവും, ഒരു എസ്റ്റിമേറ്റ് തരും. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻസ് ടീമിനെ കണക്ട് ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അയച്ചു കൊടുക്കേണ്ട ടൈം ഉണ്ടാവാം. അങ്ങനത്തെ ഒരു 10 ക്ലയന്റ് വന്നാൽ ചിലപ്പോൾ ഒരു ദിവസത്തെ അയാളുടെ ടൈം അവിടെ തീർന്നു. ഇത് നമ്മൾ മാർക്കറ്റിംഗിൽ അതിനെ ഓൺസ് ഒരു ചാനൽ റെഡി ആയി കഴിഞ്ഞാൽ, മാർക്കറ്റിംഗിൽ ചാനൽ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അത് 10x ചെയ്യാൻ വളരെ എളുപ്പമാണ്. 2x ചെയ്യുക, 3x ചെയ്യുക, 10x ചെയ്തെടുത്താൽ വളരെ എളുപ്പമാണ്. മാർക്കറ്റിംഗ് എമൗണ്ടും കൂട്ടാൻ അതിന്റെ ക്വാളിറ്റി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ 10 എന്നുള്ളത് 100 ആൾ വന്നു കഴിഞ്ഞാൽ വളരെയധികം എഫേർട്ട് കൂടും. നേരത്തെ പറഞ്ഞ പോലെ പല സ്ക്രീനിങ് നടത്തണം. ലെയർ 1, നേരത്തെ പറഞ്ഞ ലെയർ 1 വെറുതെ എൻക്വയറി ചെയ്ത ആളുകളെ, ലെയർ 2 ഒന്നുകൂടി താല്പര്യമുണ്ട്, ഭാവിയിൽ കൺവേർട്ട് ആവാൻ സാധ്യത, പക്ഷെ ഇപ്പൊ കൺവേർട്ട് ആവുന്നില്ല. ലെയർ 3 ഇപ്പൊ എക്സിസ്റ്റിംഗ് നീഡുള്ള ആളുകൾ. ലെയർ 4 അവര് കപ്പാസിറ്റി ഉണ്ട്, എക്സിസ്റ്റിംഗ് നീഡും ഉണ്ട്, റെഡി ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ ഇവരെ തമ്മിൽ കാറ്റഗറൈസ് ചെയ്യാൻ പോലും നമുക്ക് എന്തുണ്ടാവില്ല, സമയം കണ്ടെത്താൻ കഴിയില്ല. പ്രൈസ് ഒക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പ്രൈസ് കൊടുത്ത് ചിലപ്പോൾ കൺവേർട്ട് ആവും. എനിക്ക് റീസെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇത്തരം ലീഡ് ഓട്ടോമേഷന്റെ കേസിലൊക്കെ വന്ന എൻക്വയറീസുകളിൽ ഈവൻ അവർക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും ഡിസ്ക്രിപ്ഷൻ വരെ സ്പെസിഫിക്കേഷൻസ് വരെ ബേസ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് വരെ അയച്ചു കൊടുത്തിട്ട് എസ്റ്റിമേറ്റ് ചോദിച്ച ആളുകളുണ്ട്. മറ്റേത് നേരെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ സെയിൽസ്മാൻസ് അവിടെ ചോദിക്കും, അല്ലെങ്കിൽ എൻക്വയറി അനലിസ്റ്റുകൾ അങ്ങോട്ട് ചോദിക്കും എന്തൊക്കെയാ വേണ്ടത്, എങ്ങനെയൊക്കെയാ എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇന്നത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്തും ഇൻഫോർമേഷൻസ് കിട്ടുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മാത്രമല്ല ആഡ് കൊടുക്കുന്നത്, എല്ലാവരും ഞാൻ ആലോചിച്ചു. ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആഡ് വേറെ എല്ലാവരുടെ ആഡ് കണ്ടിട്ട് ലാസ്റ്റ് നമ്മളിത് കാണുമ്പോൾ നമ്മളിതിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇ കൊമേഴ്സിലൊക്കെ നല്ല സംഭവിക്കാറുണ്ട്. കാരണം മേ ബി പ്രൈസിംഗിൽ അവർക്ക് ഒന്നുകൂടി ബെനിഫിറ്റ് തോന്നിയതോ അല്ലെങ്കിൽ വാല്യൂ കൂടുതലായിട്ട് തോന്നിയതോ നമ്മുടെ പ്രൊഡക്റ്റ് ആയിരിക്കാം. വാല്യൂ കൂടുതൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു, നല്ല UGC പ്രൊഡക്റ്റ് ആയിരിക്കാം, പക്ഷെ പ്രസന്റേഷനിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ട്രസ്റ്റ് ഫീൽ ചെയ്യും. മറ്റൊരുത്ത ഏതോ ഒരു ടൈപ്പ് സൈറ്റ് ആണ്, പക്ഷെ ഇത് കൊള്ളാം എന്നുള്ളൊരു സാധനത്തിലായിരിക്കാം അവരെന്ത് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കൂടുതൽ ഡാറ്റ വരുന്ന സമയത്ത് പ്രോപ്പർ മാനേജ് ചെയ്യാനുള്ള ഒരു CRM സിസ്റ്റം വേണം. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റം, ഒരു റിസോഴ്സ് സിസ്റ്റം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ERP മൊഡ്യൂളൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ERP എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഡിജിറ്റലൈസ്ഡ് വേർഷൻ ആയിരിക്കും. അപ്പൊ അതിനാദ്യം എന്ത് വേണം, അവിടെയുള്ള ഓപ്പറേഷൻസിനെ സിസ്റ്റമൈസ്ഡ് ആക്കണം. ഇന്ന കാര്യങ്ങളാണുള്ളത്, ഓക്കെ, ഇന്ന വന്നു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം. അത് നമ്മൾ പറയുന്നതാണ് SOP, സ്റ്റാൻഡേർഡൈസ്ഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയും. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ആൾറെഡി മാനുവലി ഉണ്ടായിരിക്കണം. അതിനെ ഡിജിറ്റലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരം CRM സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ ERP സോഫ്റ്റ്വെയർ, നമ്മൾ കുറേ ERP സോഫ്റ്റ്വെയർ ചെയ്തെടുത്തിട്ടുണ്ട്, CRM ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡേ 2 മുതൽ, ഡേ 1 ചെയ്ത് കഴിഞ്ഞ എന്റെ കേസ് ഞാൻ ചെയ്ത് കഴിഞ്ഞ മുതൽ ഡേ 2 മുതൽ അവരെന്തായി 10x നിന്ന് 100x മാറുകയാണ്. സെയിം റിസോഴ്സ്, സെയിം ഹ്യൂമൻ റിസോഴ്സ് ബേസ് ചെയ്തിട്ട് നേരത്തെ 10 ലീഡ്സ് മാനേജ് ചെയ്ത ഒരാൾക്ക് 100 ലീഡ്സ് മാനേജ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്നല്ലേ, ഇതിന്റെ പ്രധാനമായിട്ടും പറഞ്ഞാൽ എല്ലാ എൻട്രി പോയിന്റും ലീഡ്സും ഇതിലേക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് എത്തും. അതെല്ലാം അതുപോലെ തന്നെ മാനുവൽ ആയിട്ട് ഇതിലേക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോളിൽ വരികയാണ്,
അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മറ്റു വരുന്നൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വെബ്സൈറ്റിലൂടെ വരുന്ന ഓട്ടോമാറ്റിക്കലി എൻക്വയറി നമ്മുടെ ഈ CRM-ലേക്ക് എത്തും. ഇനി മാനുവൽ വാക്കിൻസ് ആണെങ്കിൽ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നു. ഇപ്പൊ ഈ ലീഡ് ഓട്ടോമാറ്റിക് എത്തുമ്പോൾ വാട്സപ്പ് ലീഡ്സുകളാണോ ഓട്ടോമാറ്റിക് ആയിട്ട് എത്തുക? വാട്സപ്പ് വെബ്സൈറ്റ് ക്ലിക്കുകളാണോ? രണ്ടും വരാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ വാട്സപ്പ് ഓട്ടോമേഷൻ എന്നുള്ളത് വലിയൊരു സെഗ്മെന്റ്, അത് നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഈ വാട്സപ്പ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും ക്വാളിറ്റി ലെവലിലും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വാട്സപ്പ് ഓട്ടോമേഷൻ. ഇത് ത്രൂ എത്താം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഈ CRM ലിങ്ക് ചെയ്തിട്ട് അതിന്റെ എൻക്വയറി ഫോം ത്രൂ നമ്മളിലേക്ക് എത്താം. ഈ വെബ്സൈറ്റിന്റെ ഓരോ പേജിൽ നിന്ന് എത്താം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റീൽ വിൻഡോസ് എന്നുള്ള പേജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് നമ്മളിലേക്ക് എത്താം. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓക്കെ, ആൾറെഡി ഇവർ വരുന്നത് എവിടുന്ന സ്റ്റീൽ വിൻഡോസ് കണ്ടിട്ടാണ്. അപ്പൊ ഈ ഡാറ്റയും കൂടെ അവിടെ ഉണ്ടാവും. മറ്റേത് അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇനി ഫസ്റ്റ് കൺവേർഷൻസ് നമുക്ക് നടത്താൻ പറ്റും. ഇപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ വിളിക്കും. നോർമലി ടെലികോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോവുക. ഓൺലൈൻ ലീഡ് വന്നു കഴിഞ്ഞാൽ വിളിക്കും. വിളിച്ചിട്ട് കിട്ടുന്ന ഫസ്റ്റ് ക്വാളിറ്റി അവർ പറയും, ഓക്കെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബേസിക്കലി ഒരാൾ പറയും എന്താണ്, ഇന്ന് എനിക്ക് സമയമില്ല, നാളെ വിളിച്ചോളി. അത് നോട്ട് ചെയ്തേക്കാൻ പറ്റും അവിടെ. എന്നാൽ അതിൽ ഫോളോ അപ്പ് ഡേറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം. നാളെ 10 മണിക്ക് ഇവരെ വിളിക്കണം. ഓക്കെ, നാളെ നമ്മളിത് ഈ എംപ്ലോയി വന്ന് നാളെ അവരുടെ CRM ഓപ്പൺ ചെയ്യുമ്പോൾ ഫോളോ അപ്പ് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ കസ്റ്റമർ റിലേഷൻ എന്നുള്ളത് അത് ആ വേർഡിൽ തന്നെ അത് ഒരു ഗുണം ചെയ്യുന്നത്. ശരിക്കും അവരെ ട്രീറ്റ് ചെയ്യണം നല്ല രീതിയിൽ, ഓൺ ടൈമിൽ വിളിച്ചു. യെസ്. ഇതിന്റെ വേറൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ റബിയെ എന്നെ വിളിച്ചു, ഞാൻ റബീനെ വിളിച്ചു, CRM ത്രൂ ഞാൻ വിളിച്ചു, കോൺടാക്ട് വന്നതാണ്, വിളിച്ചു. റബി പറഞ്ഞു എനിക്ക് ഇന്ന സംഭവമാണ് വേണ്ടത്, മറ്റേ ഇന്ന കാര്യങ്ങളുണ്ട്, എന്റെ പ്രിയോറിറ്റി ഇതാണ്, ഞാൻ നോക്കുന്ന ബജറ്റ് ഇങ്ങനെയാണ്, എനിക്ക് ഇന്നും സ്പെസിഫിക്കേഷൻസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഞാനാണ് അത് കോൾ എടുത്തത്. നാളെ ഞാൻ ലീവാണ്. നാളെ റബിയെ വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ ആൾ റബീനെ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ റബി എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. CRM-ൽ വരുന്ന സമയത്ത് എന്താണ്, റബി പറഞ്ഞ കാര്യം ഞാൻ അവിടെ തന്നെ നോട്ട് ചെയ്യും. യെസ്, ഏതൊരാള് ഫോൺ എടുക്കുക അല്ലെങ്കിൽ അതിന് ഫോളോ അപ്പ് നടത്തുകയാണെങ്കിൽ പോലും, ഓക്കെ റബീക്ക ഇതല്ലേ, നിങ്ങൾ ഇങ്ങനെ സംഭവം പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ എന്താണ് ഇതിന്റെ നിങ്ങളുടെ ഡിസിഷൻ. അപ്പൊ തന്നെ നമുക്ക് എന്താണ് ഒരു വാലിഡേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഓക്കെ, ഇവര് നമ്മളെ കുറിച്ച് ഇങ്ങനെ എംപതൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ഇത്ര മനസ്സിലാക്കിയിട്ടാണ്, ഇത്ര വാല്യൂ ചെയ്യുന്നുണ്ട് നമ്മളെ എന്ന് നമുക്ക് തോന്നും. വേണ്ട, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുകയാണ്. നിങ്ങൾ നോർമൽ ആദ്യം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞില്ല, കുറച്ച് കാറ്റ പറഞ്ഞ ഇത്, പിന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ, ഓക്കെ ഈ നമ്പർ ഇവിടെ ഉണ്ടല്ലോ, അടിച്ചു നോക്കുമ്പോൾ ഈ നമ്പർ CRM-ൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ റബീക്ക പറയൂ, ഇതില് നിങ്ങൾ അന്ന് ഇത് പറഞ്ഞിരുന്നല്ലോ, എന്തൊക്കെയായി അന്ന് നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ വീട് പണി തുടങ്ങാനായിട്ടുണ്ട്, തുടങ്ങുമ്പോൾ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തെങ്കിലും എവിടെയൊക്കെ എത്തി. അപ്പൊ അവിടെ കിട്ടുന്നൊരു ഡാറ്റ, ഒരു കസ്റ്റമർ വാല്യൂ അഡീഷൻ, ഒരു ലോയൽറ്റി അവിടെ. ഇപ്പൊ ഈ ആഫ്റ്റർ സെയിലൊക്കെ ഈ സംഭവം ഉണ്ടല്ലോ അല്ലെ, ഈ CRM ഒന്നും ഒരിക്കലും ലീഡിൽ മാത്രം നിൽക്കുന്നില്ല. ഇത് ലീഡ് ഓപ്പറേഷൻസ് കഴിഞ്ഞ് തിരിച്ച് ഫീഡ്ബാക്കും കൂടി ഇവിടെ വന്നിട്ടുണ്ടാവും. തിരിച്ച് ഇനി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സ്റ്റേജിലും ഓട്ടോമേറ്റഡ് മെസ്സേജസും കാര്യങ്ങളും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസോ മെയിലായിട്ടോ മറ്റൊക്കെ നമുക്ക് അയക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഓരോ സമയത്തും അവർ വാല്യൂ അഡീഷൻ വരികയാണ്. ഓഫ് കോഴ്സ് ഒരു റെഫറൽ കിട്ടിയാലോ, ഒരു 10 കസ്റ്റമർ വന്ന് അതിൽ 5 ആൾക്കാർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ 10 കൊണ്ട് തന്നെ നമുക്ക് 15 വാല്യൂ അവിടെ കിട്ടുന്നുണ്ട്. വേറെ ആഡിന്റെ ആവശ്യം ഉണ്ടാവും ഇല്ല. അപ്പൊ റീടാർഗറ്റിംഗ് ഒക്കെ ത്രൂ റെഫറൽസ് ത്രൂ ഒക്കെ ആയിട്ടും ഒക്കെ നടക്കും എന്നുള്ളതാണ്. ഈ CRM മൊഡ്യൂൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും അതിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് എഫേർട്ട് ഇട്ടിട്ട് കിട്ടിയ റിസൾട്ടിനെ മാക്സിമം വൃത്തിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. യെസ്, അത് തന്നെയാണ്. ഇതിൽ 2 രീതിയിലും കൂടി ചെയ്യാം. നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. 2 രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് പല ടൂൾസുകളുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ അതായിരിക്കും മേ ബി കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ബെറ്റർ. ബട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം, എവറി ബിസിനസ് ഈസ് ഡിഫറെന്റ്. റബീന് അറിയാം, നമ്മൾ പല ബിസിനസ്സിനെ കണക്ട് ചെയ്യുമ്പോൾ എവറി ബിസിനസ് ഈസ് ഡിഫറെന്റ് ആണ്. അപ്പൊ അവർക്കനുസരിച്ച് അവരുടെ ഓരോ പേഴ്സണൽസിനനുസരിച്ചും കസ്റ്റമൈസ് ചെയ്ത CRM ആണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഹൈലി എഫക്റ്റീവ് ആയിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും, അപ്പൊ അവർക്ക് ഇന്ന ലെവലിലാണ് അവരുടെ ബിസിനസ് ഫ്ലോ എന്നുണ്ടെങ്കിൽ ആ ഫ്ലോക്ക് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനും എല്ലാം പറ്റുമെന്നല്ല. അത് എൻ്റെ ഡിപ്പെൻഡ് ഓൺ ദെയർ ഡിസിഷൻ ആണ്, ബിസിനസ് ഓണേഴ്സിന്റെ ഡിസിഷൻസ് ആണ്. അപ്പോൾ ലീഡ് ജനറേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ലീഡുകൾ വരിക എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെടുക. ഇതൊക്കെയാണ് ശരിക്കും ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം അസറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അസറ്റ് എന്നുള്ളത്. പലപ്പോഴും കുറെ ബിൽഡിംഗ്, കോർപ്പറേറ്റ് ഓഫീസ്, വലിയ സ്ഥാപനം, ഇതിലെ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ പലപ്പോഴും ഇത്തരം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ആളുകൾ കാണുന്നത്. ശരിക്കും ഇത്തരം മൊഡ്യൂൾസുകൾ നമ്മുടെ ബിസിനസ്സിൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ശരിക്കും നല്ലൊരു അസറ്റ്, ഏറ്റവും വലിയ അസറ്റ്. വലിയ ഓഫീസ് എന്നുള്ളതിന് അപ്പുറത്ത് ക്ലയന്റിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നവരാണോ,
ഇപ്പൊ നമുക്കൊക്കെ പരിചയമുള്ളതാണ്. നമ്മൾ ഓരോ ക്ലയൻസിനൊക്കെ നമുക്ക് വലിയ ഓഫീസ് എന്നുള്ളതിനപ്പുറത്ത് നമ്മളൊരു ക്ലയന്റിന്റെ പ്രോബ്ലത്തെ ആ രീതിയിൽ എംപതൈസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയ വലിയ ആളുകൾ വരെ നമ്മൾ കേട്ടിരുന്ന്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒമാനിലുള്ള ഒരു ക്ലയന്റ് പോലും നമുക്ക് 30 മിനിറ്റ് തന്നിട്ട് 1.5 മണിക്കൂറിന്റെ മുകളിൽ ആ മീറ്റിംഗ് പോയ സമയമുണ്ട്. ഈവൻ ഞങ്ങൾക്ക് ശേഷം വേറെ വലിയ ടീമുകളും പെൻഡിങ് ആയിരിക്കെ. അപ്പോൾ ഇതാണ് കേസ്. അപ്പൊ നമ്മളൊരു ക്ലയന്റിന്റെ വാല്യൂ ഇപ്പൊ ഇതൊക്കെ എങ്ങനെ അറിയുള്ളൂ? ഇത്ര ലീഡ്സ് കിട്ടുന്നു, ആ ലീഡ്സ് നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നു, കറക്റ്റ് ടൈംലി ഇതിനെ മാനേജ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത്തരം വാല്യൂ ഉണ്ടെങ്കിൽ പോലും അത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഷെയർ ചെയ്യാനുള്ള വാല്യൂ ഉണ്ടാക്കണം, ആ വാല്യൂ ഡെലിവർ ചെയ്യാനുള്ള മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവണം. ഓഫ് കോഴ്സ് അതൊരു ഫീഡ്ബാക്ക് ലൂപ്പായിട്ട് അത് പുതിയ ടെക്നോളജി ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ. അതായത് പണ്ട് ഒരാള് ജസ്റ്റ് ടെലികോളിംഗ് മാത്രമാണെന്ന് വിചാരിച്ചിരുന്ന ലീഡുകളെ ഇല്ലേ, ടെലികോൾ കഴിഞ്ഞു ലീഡ്. പിന്നെ നമ്മൾ ചോദിക്കുമ്പോ അവർക്ക് അത് അവര് പോരാ. അപ്പൊ നമ്മള് റബിയ ഒരു കാര്യം ചോദിക്കട്ടെ, ടെലികോളർ വെറുതെ വെച്ചാൽ മതിയോ? ട്രെയിനിങ് ദ ടെലികോളർ ഈസ് വെരി വെരി ഗുഡ്, ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവര് എന്തൊക്കെ ഈ ബിസിനസിനെ കുറിച്ച് കറക്റ്റ് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ബിസിനസ്, ഏതാണ് ഇതിന്റെ ഓഡിയൻസ്, എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ അതിന് ഉത്തരം കൊടുക്കണം, ഇതിന്റെ കൃത്യമായിട്ടുള്ള അറിവ് കൊടുത്തിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മോണിറ്ററിംഗ് കൂടെ ചിലപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഫേക്ക് കോളൊക്കെ നടത്തേണ്ടി വരും. കാരണം ഒരിക്കലും നമ്മൾ ചോദിച്ചാൽ പലപ്പോഴും ഇതിന്റെ കേസിലൊന്നല്ല, പലപ്പോഴും ബിസിനസ്സുകാർ എന്താ വെച്ചാൽ ഹയറിംഗ് കഴിഞ്ഞ് അവിടെ നിന്നു എന്നുള്ളതാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അവരാണ് ഏൽപ്പിച്ചു. ഇപ്പൊ ഒരു ഹയർ ചെയ്ത ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ശരിക്കും മോണിറ്ററിംഗ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ രണ്ട് കേസസിലും. മാർക്കറ്റിംഗിന്റെ കേസിലും സെയിൽസിന്റെ കേസിലും നമ്മൾ മോണിറ്റർ ചെയ്യാന്നുള്ള ഒരു സാധനം, സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് മോണിറ്റർ ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് അവിടെ ഉണ്ടായാൽ മാത്രമേ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും മൈക്രോ മാനേജ് ചെയ്യരുത്. അത് ചെയ്യാൻ പാടില്ല. അവരുടെ കഴിവിനെ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അതിന് പറഞ്ഞ പോലെ, നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യമാണ് ഇവർ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ സൊല്യൂഷൻസ് ഉണ്ട്, ഇതാണെങ്കിൽ ഇന്ന സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഓൾറെഡി ബിസിനസ് ഓണേഴ്സ് ടാക്കിൾ ചെയ്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് മെറ്റീരിയലൈസ് ചെയ്യാം, ഇന്നതാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പൊ പ്രധാനമായിട്ട് ഇങ്ങനെ ആയിരിക്കും വരാം. ഇനി ഇതെല്ലാത്തിനും ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് കോളിൽ നമുക്ക് ഡിസ്പ്ലേ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ രണ്ടാമത്തെ സമയത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം, അത് കൊടുക്കണം. ഇനി ഇതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ ഇവിടെ ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം നോക്കലാണ് ആരുടെ പണി? ഹയർ ഒഫീഷ്യൽസിന്റെ, മാനേജ്മെന്റിന്റെ, സ്റ്റാഫിന്റെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ വർക്ക്. അല്ലാതെ അവരല്ല ടെലികോൾ ചെയ്യേണ്ടത്, അവരല്ല ഇതിന്റെ ഓപ്പറേഷൻസ് നടത്തേണ്ടത്. അവര് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്സും കറക്റ്റ് SOP പ്രകാരം പോകുന്നില്ലേ എന്നുള്ളത് മോണിറ്റർ ചെയ്യുകയും അതിന്റെ ഡെവലപ്മെന്റിന് എന്താണ് കാര്യങ്ങൾ ആവശ്യമുള്ളത് അത് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രധാനമായിട്ട് ലീഡ് തന്നെയാണ്. ലീഡിന് വലിയ കാര്യമുണ്ട്. ലീഡ് ഒരു ചെറിയ ടോപ്പിക് അല്ല, ഒരിക്കലും നമ്മൾ പറഞ്ഞു തീരുന്ന ഒരു ടോപ്പിക് അല്ല. വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. ഇപ്പോ AI ഒക്കെ വന്നപ്പോ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓരോ വരുന്ന ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കി അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ ഇനി വരാൻ പോവുകയാണ്. ഇപ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യാത്ത ബിസിനസ്സുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തും കൂടുതലുള്ളത്. ഇംപ്ലിമെന്റ് ചെയ്യാത്ത, അതിന്റെ വക വെക്കാത്ത ആളുകളുണ്ട്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ബിസിനസ് എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ലീഡ് മാനേജ്മെന്റ്, ലീഡ് ജനറേഷൻ, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിച്ചിട്ട് മാത്രമാണ് പലപ്പോഴും ബിസിനസ് വാലിഡേറ്റ് ചെയ്യേണ്ടത്. അതിനെ കുറിച്ച് അവയർനെസ് ഉണ്ടായാൽ മതി. ഒരിക്കലും ബിസിനസ് ഓണേഴ്സ് ഇതൊന്നും ഫുള്ള് പഠിക്കാൻ കഴിയില്ല. പക്ഷെ ഇതിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ അവരെ ഏതെങ്കിലും മാർക്കറ്റിംഗ് ടീമിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ഏജൻസിനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം, ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം അവിടെ. ഇല്ലെങ്കിലാണ് പ്രശ്നമുള്ളൂ. സോ അങ്ങനെ നല്ലൊരു ജനറേഷൻ കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാവട്ടെ.